മാർച്ച് 10 അഗസ്റ്റിൻ ജോസഫ് ജന്മദിനം. ആദ്യകാല മലയാള നാടകരംഗത്തും സിനിമാരംഗത്തും അവിസ്മരണീയ സംഭാവനകൾ നൽകിയ നടനും സംഗീതജ്ഞനും പിന്നണി ഗായകനുമാണ് അഗസ്റ്റിൻ ജോസഫ്. 1910 മാർച്ച് 10 കൊച്ചിയിൽ ജനിച്ച അഗസ്റ്റിൻ ജോസഫ് സംഗീത അഭ്യസനം നടത്തി അക്കാലത്തെ വിവിധ സംഗീത നാടകങ്ങളിൽ അഭിനയിച്ച് ജനപ്രീതി നേടി. 1950 പുറത്തിറങ്ങിയ ജനപ്രീതിയാർജിച്ച നല്ല തങ്ക എന്ന സിനിമയ്ക്ക് വേണ്ടി 5 ഗാനങ്ങൾ പാടുകയും അതിൽ അഭിനയിക്കുകയും ചെയ്തു. തുടർന്ന് മറ്റു പല സിനിമകളിലും അഭിനയിക്കുകയും പാടുകയും ചെയ്ത അഗസ്റ്റിൻ ജോസഫ് 1965 ഫെബ്രുവരി 3 അന്തരിച്ചു. അഗസ്റ്റിൻ ജോസഫിൻ്റെ മകനാണ് ലോകപ്രശസ്ത ഗായകനായ കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ് എന്ന KJ യേശുദാസ്. PS നടരാജപിള്ള ജന്മദിനം. സ്വാതന്ത്ര്യസമര സേനാനി, കോൺഗ്രസ് നേതാവ്, നിയമസഭാംഗം, സംസ്ഥാന മന്ത്രി, ലോക്സഭാ അംഗം, നിയമജ്ഞൻ, ചരിത്ര പണ്ഡിതൻ, ഭാഷാ പണ്ഡിതൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച PS നടരാജപിള്ള 1891 മാർച്ച് 10 തിരുവനന്തപുരത്ത് ജനിച്ചു. പണ്ഡിതനും മനോന്മണീയം എന്ന പ്രശസ്ത തമിഴ് നാടകത്തിൻ്റെ കർത്താവുമായ മനോന്മണീയം P. സുന്ദരംപിള്ളയുടെ മകനായിരുന്നു. തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദ പഠനത്തിന് ശേഷം നിയമപഠനവും കഴിഞ്ഞ് വക്കീലായി. ഗാന്ധിയൻ ആദർശങ്ങളിൽ ആകൃഷ്ടനായി കോൺഗ്രസിൽ ചേരുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. തിരുവിതാംകൂർ കോൺഗ്രസിൽ മുൻനിര നേതാവായിരുന്ന അദ്ദേഹം പിൽക്കാലത്ത് പട്ടംതാണ് പിള്ളയ്ക്കൊപ്പം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. 1954 പട്ടംതാണ് പിള്ള മുഖ്യമന്ത്രിയായ തിരുക്കൊച്ചി മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായി. 1962 തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗമായിരിക്കെ 1966 ജനുവരി 10 അദ്ദേഹം അന്തരിച്ചു. കാലാപാനി സെല്ലുലാർ ജയിൽ ഉദ്ഘാടനം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ നാടുകടത്തുന്നതിനും അതിക്രൂരമായി പീഡിപ്പിക്കുന്നതിനും അവരുടെ ജീവിതാന്ത്യം കുറിക്കുന്നതിനും ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പോർട്ട് ബ്ലെയറിലെ തുറന്ന ജയിൽ പ്രദേശമാണ് കാലാപാനി എന്ന് അറിയപ്പെടുന്നത്. അഗാധമായ സമുദ്രജലത്തിൻ്റെ കറുപ്പ് നിറത്തിൽ നിന്ന് കാലാപാനി എന്ന വാക്കുണ്ടായി. കാല എന്നതിന് കറുപ്പ് എന്നും പാനി എന്നതിന് വെള്ളം എന്നും അർത്ഥം. തടവുകാരെ ചങ്ങലയ്ക്കിട്ട് കഠിനാധ്വാനം ചെയ്യിക്കുന്ന പ്രാകൃത ശിക്ഷാ സമ്പ്രദായമാണ് ഇവിടെ നിലനിന്നത്. ഇവിടേക്ക് നാട് കടത്തപ്പെടുന്നവർ ജീവിതത്തിലേക്ക് തിരികെ വരില്ല എന്നതായിരുന്നു അന്നത്തെ സ്ഥിതി. ശിപ്പായി ലഹള എന്ന് വിളിക്കുന്ന 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത 100 കണക്കിന് ദേശസ്നേഹികളെയാണ് ഈ തുറന്ന ജയിലിൽ എത്തിച്ചത്. പിൽക്കാലത്ത് ചിലർ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയപ്പോൾ അതിനെ ചെറുക്കാനായി സെല്ലുലാർ ജയിലറകൾ നിർമ്മിക്കാൻ തുടങ്ങി. 1896 സെല്ലുലാർ ജയിൽ സമുച്ചയത്തിൻ്റെ പണി തുടങ്ങി 10 വർഷം കൊണ്ട് പൂർത്തിയാക്കി 1906 മാർച്ച് 10 ഉദ്ഘാടനം ചെയ്തു. 1937-38 കാലത്ത് ഗാന്ധിജിയുടെയും ടാഗോറിൻ്റെയും ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഇവിടുത്തെ തടവുകാരെയെല്ലാം നാട്ടിലെത്തിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിർബന്ധിതരായി. കാലക്രമേണ ജയിലിൻ്റെ പല ഭാഗങ്ങളും ക്ഷയിച്ചു നശിച്ചു. ഇന്ന് കാലാപാനി സെല്ലുലാർ ജയിൽ ദേശീയ മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുകയും ധാരാളം സന്ദർശകർ എത്തുകയും ചെയ്യുന്നു. 1996 പ്രിയദർശൻ സംവിധാനം ചെയ്തതും മോഹൻലാൽ നായകനായതുമായ കാലാപാനി എന്ന മലയാള സിനിമയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും സെല്ലുലാർ ജയിലിലെ ക്രൂരതകളെയും തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നു. ഏറെ ശ്രദ്ധേയമായ ഒരു സിനിമയായിരുന്നു ഇത്.